ഇറാനിലേക്ക് അമേരിക്കയുടെ യുദ്ധമുടൻ. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും വാർപ്ലെയിനുകളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വെനിസ്വേലയെ ആക്രമിച്ചതിന് സമാനമായി ഇറാനിലേക്കും ഒരു സൈനിക വിന്യാസത്തിന് അമേരിക്കയുടെ നീക്കം ഉടനുണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഖത്തറിലെ സൈനിക ബേസിൽ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ നങ്കൂരമിട്ടിരിക്കുന്നു. ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലേക്ക് നിരവധി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇറാനിലുള്ള അമേരിക്കൻ സിറ്റിസനോട് എത്രയും വേഗം രാജ്യം വിടാനുള്ള മുന്നറിയിപ്പാണ് അമേരിക്കൻ ഭരണകൂടം നൽകിയിരിക്കുന്നത്. കരമാർഗം അർമേനിയയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ എത്തി അവിടെ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് കടക്കാനാണ് അമേരിക്കൻ പൗരന്മാർക്ക് ഇപ്പോൾ അമേരിക്കൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനിൽ കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ തുടരുന്ന പ്രക്ഷോഭത്തിൽ 2000-2000 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അമേരിക്ക വെനിസ്വേലയിൽ നടപ്പാക്കിയതിന് സമാനമായ ഒരു കരയുദ്ധം ഇറാനിലേക്കും നടപ്പാക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെയും മസൂദ് പെഷസ്ക്യാന്റെയും ഓഫീസുകളിലേക്ക്, അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ B-2 ബോംബറുകൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് B-2 ബോംബറുകൾ ഇതിനകം തന്നെ എല്ലാ യാത്രകളും പൂർത്തിയാക്കി തയ്യാറായിരിക്കുന്നു. അമേരിക്കയുടെ കരസൈന്യം ഇറാനിന് ചുറ്റുമുള്ള പ്രവിശ്യകളിൽ നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ 2-3 കൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് ഇതിനകം നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അമേരിക്ക ഏറ്റവും നിർണായകമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നത്. വെനിസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം ഇറാൻ തീരത്തേക്കും അമേരിക്ക തയ്യാറായിരിക്കുകയാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ 16 ദിവസങ്ങളായി ഇറാനിൽ നടക്കുന്നത് കടുത്ത വംശഹത്യയാണെന്ന് അമേരിക്ക കണക്കാക്കുന്നു. കൊടിയ വംശഹത്യയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെയും ആയത്തുള്ള അലി ഖമേനിയുടെയും സൈന്യം നടത്തുന്നത്. ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത വംശഹത്യയാണ്. ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നു. സാധാരണക്കാർക്ക് നേരെ സ്വന്തം സൈന്യം തന്നെ ആക്രമണം നടത്തുന്ന കാഴ്ച ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നാണ് അമേരിക്കയുടെ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഇറാനിൽ നടപ്പാക്കാനുള്ള നിർദ്ദേശത്തിനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു. മതഭരണകൂടത്തിന്റെ ഭരണം മടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭരണാധികാരിയെ കാത്തിരിക്കുകയാണ് അവർ. എത്രയും വേഗം ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്ക്യാനും ഒക്കെ രാജ്യം വിട്ടുപോകണമെന്നും മതഭരണകൂടത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകണമെന്നുമാണ് ഇപ്പോൾ ഇറാനിൽ ഉയരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തെരുവിലിറങ്ങിയ ജനങ്ങളെ വംശീയമായി ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ഇറാനിലെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. അതിനെതിരെ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ അമേരിക്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ലോകം മറ്റൊരു മഹായുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ലോകത്തെ മാറ്റിമറിക്കാനുള്ള മറ്റൊരു മഹായുദ്ധം ഇപ്പോൾ ഇതാ സംഭവിക്കാൻ പോകുന്നു. ഇറാൻ എന്ന പരമാധികാരത്തെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു. ഇറാൻ സൈനികമായി തന്നെ വലിയ കരുത്തുള്ള രാജ്യമാണ്. ആ സൈനിക കരുത്തുള്ള രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ മറ്റൊരു വമ്പൻ ആക്രമണത്തിനുള്ള സാധ്യത, ഇറാന്റെ ആയുധങ്ങൾ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഉൾപ്പെടുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇറാനിലേക്ക് അമേരിക്കയുടെ പടപ്പുറപ്പാടുണ്ടായിരിക്കുന്നു. ഇറാനെ ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ വാർപ്ലെയിൻസ്, ഫൈറ്റർ ജെറ്റുകളൊക്കെ തന്നെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഫ്ലോറിഡയിൽ നിന്ന്, പെന്റഗണിൽ നിന്നൊക്കെ പറന്നു പൊങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.